ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള നല്ല രുചിയുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചെറിയ കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല കിടിലനായിട്ടുള്ള ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നും ചോറും കറിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ എല്ലില്ലാത്തത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഏകദേശം ഒരു ചെറിയൊരു ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ അഥവാ കറി വെച്ച ചിക്കനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് മതി. നമ്മളതൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയായാലും മതി. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ആവാൻ വെക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. നെയ്യിൽ തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ മാത്രം ബാക്കി ഓയിൽ ഇതിലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്തോളും. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കുതിർത്തി വെക്കാം. അരി നമ്മൾ ബസ്മതി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ബസ്മതി അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് കുതിർത്തി വെക്കണം. അരി നിങ്ങളുടെ കയ്യിലുള്ള ബസ്മതി ഏത് ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ബസ്മതി അരി പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സാധാ ചോറ് വെക്കുന്ന നല്ല പൊന്നി അരി അങ്ങനത്തെ അരിയൊക്കെ ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും ചെയ്യാം. ബസ്മതി ആകുമ്പോൾ ചോറിങ്ങനെ വിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കാം. എന്നാൽ മാത്രമേ ചോറ് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നല്ല നീളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെറിയ തീയിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ബസ്മതി അരിക്ക് ഏകദേശം ഒരു 4 കപ്പ് വെള്ളമൊക്കെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കുകയാണെങ്കിൽ അരി കുതിരുന്ന സമയം കൊണ്ട് ഇത് തിളച്ച് വരും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ആ ഒരു വെള്ളം അതിൽ കിടപ്പുണ്ട്. നമുക്കത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കണം. എന്നാലും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേ ചിക്കൻ നല്ല രസം ഉണ്ടാവുള്ളൂ കഴിക്കാൻ. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇനി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ഒത്തിരി നേരം വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അവിടുന്ന് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് ഇത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അപ്പം മുഴുവനായിട്ട് അരി ചേർത്ത് കൊടുക്കുക. ഇത്തിരി വെള്ളം അതിൽ പെട്ടുമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ഒരുപാട് അങ്ങ് ഊറ്റിയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ബസ്മതി അരി വേവിക്കുന്ന സമയത്ത് ഒരു 90% ഒക്കെ വേവിക്കാൻ പറ്റുള്ളൂ. വെന്ത് കുഴഞ്ഞു പോരുത്. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോറ് നമ്മളിത് ഏകദേശം ഒന്ന് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം റൈസ് ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ മസാല ഉണ്ടാക്കിയാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചോറ് ഏകദേശം ഒരു 90% വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടില്ല. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ ശരിയാവില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പോൾ ചോറ് ഊറ്റിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അത് ചൂടാറാൻ വെക്കണം. ഇല്ലെങ്കിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ മസാല റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ചെറുതായിട്ട് അതൊന്ന് വലിയ പീസായിട്ട് കിട്ടണ മാതിരി നമ്മളൊന്ന് ചിക്കിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. ഫ്രൈഡ് റൈസ് പോലെ അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി ഡ്രൈ ആക്കിയിട്ടില്ല. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചേർത്തിട്ടുണ്ട്. ചെറിയ സവാളയ്ക്കാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നാലേ നന്നായിട്ട് മസാല ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് ഒരു എന്താ പറയുക പേസ്റ്റ് മാതിരി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ കടിക്കണ പരുവൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറയെ അല്ലെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുളക് പൊടിക്ക് അനുസരിച്ച് അളവ് മാറ്റം വരുത്താം. അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 തക്കാളിയാണ് കേട്ടോ, നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി നാരങ്ങയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരുപാട് നീരൊന്നും ഉണ്ടാവില്ല, 1 ടീസ്പൂൺ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഉടഞ്ഞ് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറിൽ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ നല്ലപോലെ തക്കാളി ഉടച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാവുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു തവി അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ ചോറ് കുഴഞ്ഞു പോവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത്യാവശ്യം മസാലയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും റൈസിന് മൊത്തമായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇത്രയും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൽ നമ്മൾ ചേർത്തതാണ്, എന്നാൽ അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചോറ് ഒരുപാട് കുഴഞ്ഞിട്ടൊന്നുമില്ല, കാരണം നമ്മൾ അത്രയും അങ്ങോട്ട് വേവിച്ചിട്ടില്ല, അതുകൊണ്ട് ചോറ് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് മിക്സ് ചെയ്ത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത്, ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ചിക്കന് പകരമായിട്ട് പ്രോൺസ് വെച്ചിട്ട് ചെയ്യാം, ബീഫ് വെച്ചിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.